ധ്യാനത്തിലുള്ള വേദഭാഗം 1 ശമൂവേലിന്റെ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിച്ചു കേൾക്കാം. അവൾ അവനോട് പറഞ്ഞത്, യജമാനനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. കർത്താവായ ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെയും, ഇന്നത്തെ ഒരു ഞായറാഴ്ചയുടെ പ്രത്യേകത എന്നത് സമർപ്പണ ദിനമായിട്ടാണ് ഈ ഞായറാഴ്ച നമുക്ക് ആചരിക്കുവാനായിട്ട് കഴിയും. സമർപ്പണ ദിനം, മാതാപിതാക്കൾ മക്കളെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു ദിനമായിട്ട് ഈ ദിനത്തെ നാം നോക്കിക്കാണേണ്ടതായിട്ട് ഉണ്ട്. ഇന്നിൻ്റെ ലോകത്തിലെ നാം കടന്നു വരുമ്പോൾ മനുഷ്യജീവിതത്തിന് യാതൊരു വിലയും, മനുഷ്യജീവിതത്തിന് യാതൊരു ബഹുമാനവും മാനവും ഇല്ലാത്ത ഒരു ലോകത്തിലാണ് നാം എല്ലാവരും ജീവിക്കുക. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ തൊട്ടടുത്ത ബാലരാമപുരത്ത് ഒരു വാർത്ത നാം ഇങ്ങനെ കേൾക്കുകയുണ്ടായി. 2.5 വയസ്സായ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ ദാരുണമായ സംഭവം. അവിടെ ആരാണ് എന്തിനാണ് എന്നതിനേക്കാൾ ഉപരിയായി അമ്മയുടെ ആ ഒരു പരിചരണത്തിൽ നിന്നും ആ കുഞ്ഞിനെ പൂർണ്ണമായി ഉപേക്ഷിക്കുവാനായിട്ട് ആഗ്രഹിച്ച് കൊലപ്പെടുത്തുവാനായിട്ട് കൂട്ടുനിന്ന ഒരു അമ്മയുടെ ജീവചരിത്രം. അമ്മയോടൊപ്പം ഉറങ്ങിയ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നത് അമ്മയ്ക്ക് പോലും അറിയാത്ത ആ ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിയാത്തതായ സംഭവത്തെ ഈ കഴിഞ്ഞു പോയ നാളുകളിൽ നാം കേൾക്കേണ്ടായി. പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീ അമ്മയാകുന്നത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ മാത്രമല്ല. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിൽ കൂടെ ഒരു സ്ത്രീ അമ്മയായിരുന്നില്ല. ആ കുഞ്ഞിനെ താലോലിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഏതവസ്ഥയിലും മാറോട് ചേർത്ത് പിടിച്ച് അമ്മയുടെ ചൂട് പകർന്നു കൊടുക്കുമ്പോഴാണ് ആ സ്ത്രീ ഒരു അമ്മയായിത്തീരുന്നത്. തൻ്റെ ജീവൻ പൊലിയുവോളം താൻ ജന്മം കൊടുത്ത കുഞ്ഞിനെ ഹൃദയത്തോട്, നെഞ്ചോട്, മാറോട് ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടുകൂടെ വാരിപ്പിണരുന്ന ഒരു സ്ത്രീയാണ് നമുക്ക് അമ്മ എന്ന് വിളിക്കുവാനായിട്ട് കഴിയുക. ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഒത്തിരിയേറെ മക്കളെ ഉപേക്ഷിക്കുന്ന, മക്കളെ കൊല ചെയ്യപ്പെടുന്ന ഒത്തിരിയേറെ അമ്മമാരുടെ ചരിത്രങ്ങൾ വായിച്ചു കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മക്കൾക്ക് ജന്മം കൊടുത്ത് അതൊരു ബാധ്യതയായി തീരുമ്പോൾ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുന്ന അമ്മ, ചവറ്റുകട്ടയിൽ ഉപേക്ഷിക്കുന്ന അമ്മ, ക്ലോസറ്റിലിട്ട് വെള്ളമടിച്ച് അതിനെ സെപ്റ്റിക്കിലേക്ക് ഒഴുക്കിക്കളയുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ. ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന സ്ത്രീ കഥാപാത്രം? അമ്മ എന്നത് കൂടെ നാം നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. സാന്ത്വനമാകേണ്ടവൾ, ആശ്വാസമാകേണ്ടവൾ, കരുതേണ്ടവൾ, സ്നേഹിക്കേണ്ടവൾ, വാരിപ്പിണർന്ന് ജീവിതത്തിൻ്റെ മനോഹരത പകർന്നു കൊടുക്കേണ്ടവൾ, ആ കരങ്ങൾ കൊലപാതകത്തിൻ്റെ കരങ്ങളായി തീരപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുകയാണ്. ഇവിടെ ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരമ്മയുടെയും ഒരപ്പൻ്റെയും ഉത്തരവാദിത്വം എന്താണ്? ഈ ലോകത്തിൽ ഇത്ര ദാരുണമാകുന്ന സംഭവം നടക്കുന്ന ഈ ലോകത്തിൽ, ഈ സാഹചര്യത്തിൽ ഒരപ്പൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്വം, ഒരു വിശ്വാസി എന്ന നിലയിൽ എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം എന്താണ്? കുടുംബത്തോട്, മക്കളോട് കൂടെയുള്ള നമ്മുടെ കടമ എന്താണ്? നമ്മുടെ ആ കരുതൽ എന്താണ്? ഇന്ന് നാം വായിച്ചുകിട നമ്മുടെ വേദഭാഗത്തിൽ നാം ഒന്ന് കടന്നു വരുമ്പോൾ ഇവിടെ 2 അമ്മമാരെ നമുക്കൊന്ന് കാണുവാനായിട്ട്. 2 അമ്മമാർ. ഒന്നാമത്തെ അമ്മ പഴയ നിയമ ഭാഗത്ത് പറയപ്പെടുന്ന ഹന്ന എന്ന അമ്മ. 2ാമത്തെ അമ്മ എന്നത് പുതിയ നിയമ ഭാഗത്ത് പറയപ്പെടുന്ന മറിയ എന്ന അമ്മ. ഈ 2 അമ്മയുടെ ജീവിതത്തെ നാം ഒന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ സാമ്യവും അതുപോലെ ഒത്തിരിയേറെ വ്യത്യസ്തതകളൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധ്യമാകും. ഒന്നാമത്തെ അമ്മയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹന്ന എന്ന അമ്മയിൽ കാണുവാൻ കഴിയുന്നത് മകന് വേണ്ടി, കുഞ്ഞിന് വേണ്ടി
മനോവ്യസനത്തോടുകൂടെ പ്രാർത്ഥിച്ച് കർത്താവിനോട് ചോദിച്ചു വാങ്ങുന്ന ഒരു കുഞ്ഞിനെ കർത്താവിനോടുകൂടെ ചോദിച്ചു നിർബന്ധപൂർവം പ്രാർത്ഥനയിൽ ചോദിച്ചു വാങ്ങുന്ന ഒന്നാമത്തെ അമ്മ. അമ്മയുടെ മറ്റൊരു സ്വഭാവം അല്ല മറ്റൊരു നില എന്ന് പറയുന്നത് അത് വാർദ്ധക്യത്തിൽ മരണത്തോടുകൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന വേളയിൽ കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് കുഞ്ഞിനെ ചോദിച്ചു വാങ്ങിയ ഒരമ്മയായിട്ട് ഹന്നയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലഭ്യമാകുന്ന കുഞ്ഞിനെ പൂർണ്ണ മനസ്സോടുകൂടെ ദൈവസന്നിധിയിൽ കൊടുക്കുവാനായിട്ട് ഒരുക്കമുള്ള ഒരു അമ്മയായിട്ടാണ് ഹന്നെ വേദപുസ്തകത്തിൽ ചിത്രീകരിക്കുന്നത്. മറ്റൊരു അമ്മ പുതിയ ഭാഗത്ത് നാം വായിച്ച സുവിശേഷ ഭാഗം ലൂക്കോസ് 2:22 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ ഒരു അമ്മയുടെ പേര് മറിയ എന്ന അമ്മയായിരുന്നു. ദൈവിക തീരുമാനപ്രകാരം കുഞ്ഞിന് ജന്മം കൊടുക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരമ്മ. ഒരിടത്ത് പ്രാർത്ഥനയെ ചോദിച്ചു വാങ്ങുന്ന കുഞ്ഞിനെ പ്രാർത്ഥനയെ ചോദിച്ചു വാങ്ങുന്ന അമ്മ, മറ്റൊരിടത്ത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിതത്തെ ശരീരത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കുവാനായിട്ട് വിട്ടുകൊടുക്കുന്ന മറ്റൊരു അമ്മ. അവൾ വാർദ്ധക്യത്തിലല്ല കുഞ്ഞിന് ജന്മം കൊടുക്കുക, അവൾ കന്യകയായിരുന്നപ്പോൾ തന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ ദൈവഹിതപ്രകാരം കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. ആ കുഞ്ഞിനെ ആ അമ്മയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയും ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് അമ്മയുടെ ജീവിതവുമായി നാം ഒന്ന് ബന്ധപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ രണ്ട് അമ്മയുടെ ജീവിതമായൊക്കെ നാം ഒന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുണ്ട്. ഒരമ്മ ഒരപ്പൻ എന്ന നിലയിൽ ഞാൻ എന്താണ് എൻ്റെ മക്കളോട് കാണിക്കുക? എൻ്റെ മക്കളെയും ദേവാലയവുമായുള്ള ബന്ധത്തിൽ നിലനിർത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഹന്ന എന്ന അമ്മ ജീവിതത്തിലുണ്ടാകുന്ന ദൈവിക ഇടപെടൽ അതൊരു നന്ദി അർപ്പണത്തിൻ്റെയും നേർച്ചയുടെയും അനുഭവങ്ങളായിട്ട് അതിനെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവരിൽ ഈ രണ്ടുപേരും ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരിയേറെ സാമ്യങ്ങളും ഒത്തിരിയേറെ വ്യത്യസ്തതകളൊക്കെ കാണുവാനായിട്ട് കഴിയും. അവിടെ സാമ്യത എന്ന് പറയപ്പെടുന്നത് ഇവർ രണ്ടുപേരും തങ്ങൾ ജന്മം കൊടുത്ത കുഞ്ഞിനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുത്തു. നല്ല മനസ്സോടുകൂടെ, വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഒരുക്കത്തോടുകൂടെ മനസ്സോടുകൂടെ കൊടുത്തു എന്നാണ്. രണ്ട് മനസ്സോടുകൂടെ അല്ല, പൂർണ്ണ മനസ്സോടുകൂടെ ദൈവത്തിന് വേണ്ടി ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുത്തു എന്നതാണ് ഈ രണ്ട് അമ്മമാരുടെയും സാമ്യത എന്ന് പറയപ്പെടുന്നത്. പ്രിയപ്പെട്ട ഹന്ന എന്ന അമ്മയെ പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ശമൂവേലിന്റെ പുസ്തകം അതിലെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ നാം ഒന്ന് വായിക്കേണ്ടതായിട്ടുണ്ട്. ഈ 10 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഞാൻ ഇന്നത്തെ ധ്യാനത്തിലേക്ക് കടന്നു പോകുന്നത്. ഈ 10 മുതലുള്ള ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒത്തിരിയേറെ ഒരു അമ്മയുടെ നല്ല സ്വഭാവത്തെ ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവം ഈ ഹന്ന എന്ന സ്ത്രീയിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദേവാലയത്തിൻ്റെ മന്ദിരത്തിലേക്ക് അവൾ കടന്നുപോയി എന്നതാണ്. ഹന്ന എന്ന സ്ത്രീ വാർദ്ധക്യം വരെയും പരിഹാസപാത്രമായി ജീവിച്ചവളാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവളുടെ വേദന പങ്കുവയ്ക്കുവാനായിട്ട് ദൈവ ആലയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു അമ്മ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു സ്ത്രീ ചെയ്യേണ്ട, ഒരു അപ്പൻ ചെയ്യേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്തമാണ് ഹന്ന നമ്മെ പഠിപ്പിക്കുന്നത്. എപ്പോഴും ദേവാലയത്തിലേക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ആവശ്യങ്ങൾക്കും അതിലുപരിയായി ഒക്കെ ദേവാലയവുമായിട്ട് ഇടകലർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. രണ്ടാമത് ഹന്നയുടെ മറ്റൊരു ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് 10-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ നമുക്ക് വായിക്കാം, അവൾ മനോവ്യസനത്തോടുകൂടി യഹോവയോടുകൂടെ പ്രാർത്ഥിച്ച് കരഞ്ഞു എന്നാണ്. അപ്പോൾ പറയുന്നത് ഹൃദയം നൊന്ത് കരയുന്ന ഒരു കഥാപാത്രമായിട്ട് നമുക്ക് ഹന്നയെ കാണുക. ഹൃദയം നൊന്ത് കരയുന്ന ഒരു സ്ത്രീ, ഹൃദയം നൊന്ത് വിലപിക്കുന്ന ഒരു അമ്മ. അത് വിലപിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിലാണ്. ഒരു മനുഷ്യരോട് കൂടെ പോയിട്ടല്ല പറയുന്നത്. ഹന്ന തൻ്റെ ഭർത്താവിനോട് കൂടെ പറഞ്ഞത് ഞാൻ കുഞ്ഞുങ്ങളില്ലാതെ ഇങ്ങനെ ഭാരപ്പെടുകയാണ്. അപ്പോൾ ഹന്നയെ എൽക്കാന ആശ്വസിപ്പിക്കുന്ന ആ ഹന്ന ദേവാലയത്തിൽ പോയിട്ട് യഹോവയോടുകൂടെ സംസാരിക്കുന്നത്. അവളുടെ മനോവ്യസനം, അവിടെ പറയുന്ന വാക്കിങ്ങനെയാണ്, അപ്പോൾ മനോവ്യസനത്തോടുകൂടി യഹോവയോടുകൂടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഹന്ന എന്ന ആ ഒരു സ്ത്രീ കഥാപാത്രം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്ന ചില ചിന്തകളാണ് ഈ ചിന്ത. മനോവ്യസനത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയണം. ഇന്ന് കർത്താവിൻ്റെ ഒരു സ്വഭാവമുണ്ട്. കർത്താവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കരയുന്നവരെ നോക്കിക്കാണുന്നതാണ് കർത്താവിൻ്റെ സ്വഭാവം. കരയുമ്പോൾ നമ്മോടൊപ്പം കരയുന്നതാണ് കർത്താവിൻ്റെ സ്വഭാവം. നമ്മുടെ കണ്ണുനീര് കണ്ട് മാറി കടന്നു പോകുന്നവനല്ല. നമ്മുടെ കണ്ണുനീര് കണ്ട് ദൂരത്തു നിന്ന് ആഘോഷിക്കുന്നവനോ സന്തോഷിക്കുന്നവനല്ല കർത്താവ്.
നമ്മുടെ ചാരത്ത് വന്ന് നമ്മുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നവനാണ്. അപ്പോൾ ആ കണ്ണുനീര് കാണുന്ന, കണ്ണുനീര് അറിയുന്ന കർത്താവിനോടുകൂടെ നമ്മുടെ വേദനകളെ നമുക്കൊന്ന് പങ്കുവയ്ക്കുവാനായിട്ട് കഴിയും. ലാസറിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ലാസറിൻ്റെ കുടുംബത്തിലേക്ക് വരുമ്പോൾ, കർത്താവ് മരിച്ചുപോയ ലാസറിൻ്റെ സഹോദരിമാരെ കാണുവാൻ വരികയാണ്. അപ്പോൾ സഹോദരിമാരുടെ വിലാപം കണ്ടിട്ട് കർത്താവ് അവിടെ കരയുന്നുണ്ട്. കർത്താവ് വരുന്നത് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും ആശ്വാസം കൊടുക്കുവാനും ഈ ലാസറിനെ ഒന്ന് ഉയർപ്പിക്കുവാനായിട്ടാണ്. അപ്പോൾ ഉയർപ്പിക്കുവാനായിട്ട് വന്ന കർത്താവ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക മാത്രമല്ല, അവരോടൊപ്പം ചേർന്ന് കരയുന്നു. അവിടെ പറയുന്ന യേശു കണ്ണുനീർ വാർത്തു എന്നാണ്. അപ്പൊ കരയുമ്പോൾ കൂടെ കരയുകയും കരയുന്നവരെ കണ്ണുനീർ തുടച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ മാകെ ഹൃദയം കൊണ്ട് കരയുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്കാണ്. മൂന്നാമത് ഹന്ന പഠിപ്പിക്കുന്നത് 11-ാമത്തെ വാക്യത്തിലേക്ക് വരും. അവിടെ 11-ൽ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്? അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർത്തും അടിയനെ മറക്കാതെയും ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ ഞാൻ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും എന്നാണ് അവിടെ പറയുന്നത്. ഹന്ന ദൈവസ്ഥന് നേർച്ച നേർന്നു. നേർച്ച എന്ന് പറയുന്നത് ഇന്ന് ഞാനും നിങ്ങളും ചെയ്യുന്ന ഒരു നേർച്ചയല്ല ഹന്ന ഇവിടെ ചെയ്തത്. ഇന്ന് നമ്മുടെ നേർച്ചകൾ നാം നോക്കി കാണേണ്ടതായിട്ടുണ്ട്. നമുക്ക് കിട്ടുന്നതിലൊക്കെ ഒരു അല്പം മാത്രമാണ്. ഒരു കാര്യം ചെയ്താൽ നമ്മൾ നേർച്ച നേരാണ്ട് മെഴുകുതിരി വയ്ക്കാം, പിടിപ്പണ നേർച്ച സമയം ഒക്കെയാണ് നാം ഇന്ന് വയ്ക്കുന്ന നേർച്ചകൾ. ഇവിടെ ഹന്ന പറഞ്ഞ നേർച്ച എന്ന് പറയുന്നത് ഒരു തീരുമാനമാണ്. ഇവിടെ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്നത് അവളുടെ തീരുമാനമാണ് കർത്താവിനോട്, എനിക്കൊരു പുരുഷ സന്ധിതി നൽകിയാൽ ഞാനത് നിനക്ക് നൽകാം. അപ്പൊ നേർച്ച എന്ന പദത്തിന്റെ മറ്റൊരു അർത്ഥത്തിൽ നമുക്ക് നോക്കിക്കാണേണ്ടത് അവളുടെ തീരുമാനം, ഞാനത് നിനക്ക് നൽകാം, എല്ലാം നൽകാം എന്നുള്ള ഒരു തീരുമാനത്തെയാണ് ഹന്ന നേർച്ചയോടുകൂടെ ദൈവസന്നിധി നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് എന്ന് പറയുമ്പോൾ ഒരല്പം പിടിപ്പണം സമർപ്പിക്കുവാനായിട്ട്. പിടിപ്പണത്തെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. പിടിപ്പണം എന്ന് പറയുന്നത് അതിങ്ങനെ ഒരു റൗണ്ട് ഫിഗറായിട്ട് കൊടുക്കേണ്ടതല്ല. പലപ്പോഴും നാം ചെയ്യുന്നത് ഒരു 100 രൂപ പിടിപ്പണം വെച്ച് ഇവിടെ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് നേർച്ച വെക്കാറുണ്ട്. പിടിപ്പണം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ വച്ചിരിക്കുന്ന ചില്ലറിൽ നിന്നും ഒരു പിടിയോ 2 പിടിയോ 3 പിടി എടുത്ത്, അതിനൊരു കണക്കില്ല. അത് 100, 101, 150, 2000 ഒക്കെ ആകാം, അതിനൊരു കണക്കില്ല. ഇന്ന് നമ്മുടെ നേർച്ച പിടിപ്പണം ഞാനൊക്കെ ഇന്ന് നോക്കുമ്പോൾ കാണുന്നതാണ്. പിടിപ്പണം എന്ന് പറയുമ്പോൾ ഒരു കണക്ക് വെച്ചിട്ട് 100 രൂപ, 200 രൂപ, 250 രൂപ, 101 രൂപ, അതല്ല. പിടിപ്പണം എന്ന് പറയുന്ന കണക്കില്ലാതെ കൊടുക്കുവാനുള്ളതാണ് ഈ പിടിപ്പണം എന്ന് പറയുന്നത്. അത് ഇനിയുള്ള പിടിപ്പണ നേർച്ചകളിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിനെ നാം പ്രാർത്ഥിച്ച് ആ നേർച്ചപ്പെട്ടിയിൽ നിന്നും പിടിക്കണക്കിന് പൈസ എടുത്ത് മാറ്റിവെച്ച് അത് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് പിടിപ്പണം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ വചനം ഹന്നയുടെ ജീവിതത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവസന്നിധിയിൽ അവൾ ഒരു തീരുമാനമെടുത്തു, പ്രാർത്ഥിച്ചു, വേദന പങ്കുവെച്ചു, ഹൃദയം നുറങ്ങി അവളുടെ തീരുമാനം പറയണം, എനിക്കൊരു സന്തതി നൽകിയാൽ അതിന് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കാം. ഒരല്പമല്ല, അതിന് ഞാൻ പ്രാവിനെയോ മെഴുകുതിരിയോ കൊടുക്കാന്നല്ല പറഞ്ഞു, ഞാൻ ആ സന്തതി പൂർണ്ണമായിട്ട് നിനക്ക് നൽകാം എന്നുള്ളൊരു നേർച്ച ആണ് അവിടെ പറയുന്നത്. ഉത്തമമായത് കർത്താവിന് കൊടുക്കുവാൻ നമുക്ക് കഴിയണം. നാലാമതായിട്ട് പറയുന്നത് 12-13 വാക്യത്തിലേക്ക് വരും. അവിടെ പറയുന്നത് അവൾ ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിച്ചെന്നാണ്. ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ചുറ്റും ആര് നിൽക്കുന്നു എന്നതല്ല, എൻ്റെ മുൻപിലും പിൻപിലും വശങ്ങളിൽ ആര് നിൽക്കുന്നതല്ല, കർത്താവ് എൻ്റെ അടുക്കൽ നിൽക്കുന്നു എന്നുള്ള ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കുക എന്നതാണ് ഹന്ന ഇവിടെ കാണുന്നത്. ഇവിടെ ഹന്ന ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ ഏലി പുരോഹിതൻ അവളെ നോക്കിക്കൊണ്ടിരിക്കുക. 2 ചിന്തകൾ അവിടെയുണ്ട്. ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ചിലർ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കും, മറ്റു ചിലരോ മനുഷ്യരെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം അതാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഏലി പുരോഹിതൻ ഇവളെ എങ്ങനെ നോക്കുകയാണ്, ഇവളെന്ത് സംസാരിക്കേണ്ട, ഇവളെന്ത് ചെയ്യേണ്ടെന്നൊക്കെ ഇപ്പം നോക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഒരു ചിലർ ദൈവത്തെ നോക്കി കണ്ണുനീരോടുകൂടെ കണ്ണടച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് നോക്കിക്കാണുന്ന, എന്നെ നോക്കുന്ന, മനുഷ്യരിലേക്ക് നോക്കുന്ന ഒരു ജനതയെ നമുക്കിന്ന് കാണുവാൻ കഴിയും. പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് കർത്താവിലേക്ക് നോക്കുവാൻ, ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. മനുഷ്യരിലേക്കുള്ള ഒരു നോട്ടമല്ല. ഏലി പുരോഹിതൻ്റെ നോട്ടമെന്ന് മനുഷ്യരിലേക്കായിരുന്നു. ഹന്നയുടെ നോട്ടം എന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്ക് ആയിരുന്നു. 5-ാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് 16-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു, അവളുടെ
ഹൃദയ വികാരം അവൾ ദൈവത്തോടുകൂടെ പങ്കുവച്ചു എന്നതാണ്. ഹൃദയ വികാരം ദൈവത്തോടുകൂടെ പങ്കുവച്ചു. എന്താണ് അവളുടെ ഹൃദയ വികാരം? എന്താണ് അവളുടെ മനോവ്യസനം? 10-ാമത്തെ വാക്യത്തിൽ മനോവ്യസനത്തോട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട്. മനോവ്യസനം എന്താണ്? മക്കളില്ല, പരിഹാസപാത്രം, സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ പരിഹാസപാത്രം, എല്ലാവരാലും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ്, എല്ലാവരാലും നിന്ദിക്കപ്പെടുന്ന ഒരവസ്ഥ. ഈ മനോവ്യസനം അവളുടെ ഉള്ളിലുണ്ട്. ഈ മനോവ്യസന ഹൃദയവികാരത്തിന്റെ അനുഭവത്തോടുകൂടെ ദൈവത്തോടുകൂടെ അവൾ പകരുകയാണ് ഈ ദേവാലയത്തിൽ അവൾ ചെയ്തത്. അതാണ് അവളുടെ ചുണ്ട് മാത്രം അനങ്ങിയത്. അവൾ ഹൃദയം തുറന്ന് ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചപ്പോൾ, ആ മനോവ്യസനം പങ്കുവെച്ചപ്പോൾ, ഹൃദയവികാരം പങ്കുവെച്ചപ്പോൾ ഏലി പുരോഹിതൻ അവൾ പരിഹസിക്കുകയാണ്. ഇവിടെയും ദേവാലയത്തിൽ പരിഹസിക്കുകയാണ്. ദൈവാലയത്തിനകത്ത് പുരോഹിതൻ പോലും പരിഹസിക്കുക. അപ്പൊ ഈ പരിഹാസത്തിന്റെ മധ്യേയം ഏകാഗ്രത കൈവിടാതെ വണ്ണം ഹൃദയവികാരം ദൈവത്തോടുകൂടെ സമർപ്പിക്കുന്ന ഹന്ന എന്ന് നമ്മോട് പറയുന്നത് അത് തന്നെയാണ്. എൻ്റെ ഹൃദയവികാരം, എൻ്റെ നൊമ്പരങ്ങൾ, എൻ്റെ മനോവ്യസനം എൻ്റെ ദൈവത്തോടുകൂടെ പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയണം. ഒരു 6-ാമത്തെ കാര്യം എന്നത് ഹന്ന ചെയ്ത 6-ാമത്തെ കാര്യം 17-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും. അതിന് ഏലി സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 6-ാമത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവൾ പുരോഹിതൻ്റെ ആശീർവാദം വിശ്വാസത്തോടുകൂടെ ഏറ്റെടുത്തു. പുരോഹിതൻ്റെ ആശീർവാദം, പുരോഹിതൻ പറഞ്ഞു, പരിഹസിച്ച പുരോഹിതൻ കുറച്ച് കഴിഞ്ഞ് പറയുകയാണ്, ദൈവം നീ ആഗ്രഹിച്ചു തരട്ടെ, സമാധാനത്തോടുകൂടെ പൊയ്ക്കൊള്ളുക. പുരോഹിതൻ്റെ പൗരോഹിത്യം അംഗീകരിച്ചതായ ഹന്ന പുരോഹിതൻ്റെ ആശീർവാദത്തെ ഗൗരവമായി സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിലേക്ക് വരുമ്പോൾ, ദേവാലയങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പുരോഹിതൻ്റെ ആശീർവാദം അത് ഗൗരവമായി സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. പുരോഹിതൻ എങ്ങനെയുള്ളവനോ ആകട്ടെ. ഇവിടെ ഏലിയുടെ ജീവിതം നാം നോക്കുകയാണെങ്കിൽ, ഏലി കുടുംബജീവിതത്തെ പരാജയപ്പെട്ടവനാണ്. മക്കളെപ്പോലും നേർവഴി നടത്തുവാനായിട്ട് പരാജയപ്പെട്ടു പോയവനാണ് ഏലി. ആ ഏലി പുരോഹിതൻ്റെ പശ്ചാത്തലമോ ചരിത്രം ഒന്നുമല്ല ഇവിടെ ഹന്ന നോക്കിയത്. ഏലി ഒരു പുരോഹിതനായിട്ട് കണ്ടു, പുരോഹിതനായിട്ട് അംഗീകരിച്ചു. പുരോഹിതൻ്റെ ആശീർവാദം വളരെ ഗൗരവത്തോടുകൂടെ നോക്കിക്കണ്ടു, അതിനെ അംഗീകരിച്ചു എന്നാണ്. അപ്പോൾ അത് 6 പറയുന്നത് പുരോഹിതൻ്റെ ആശീർവാദം അംഗീകരിച്ചു. 7-ാമതായിട്ട് പറയുന്നത് 18-ാമത്തെ വാക്യത്തിൽ അവൾ വിശ്വാസത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ഭവനത്തിലേക്ക് പോയി. ഏലി സമാധാനത്തോടുകൂടെ പോക എന്ന് പറഞ്ഞപ്പോൾ, അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അപ്പൊ 6-7 വാക്യങ്ങളൊക്കെ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ദേവാലയം വിട്ടു പോകുമ്പോൾ മുഖം വാടിയ അനുഭവത്തോടു കൂടെയാണോ പോകുന്നത്? ദൈവാലയത്തിൽ നിന്ന് പോകുമ്പോൾ ദൈവത്തിന്റെ കൃപ എനിക്കുണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടു കൂടെയാണോ പോകുന്നത്? അത് പരിഹാസത്തിന്റെയും പഴിയുടെയും നിന്ദയുടെയും ഒറ്റപ്പെടുത്തിന്റെയും മനോഭാവങ്ങളോടുകൂടെയാണോ കടന്നു പോകുന്നത്? ഇവിടെ ഹന്ന ചെയ്യുന്നപ്പോൾ അവൾ മനോവ്യസനമുള്ള സ്ത്രീ ആയിരുന്നത് പോലും പുരോഹിതന്റെ പൗരോഹിത്യത്തെ അംഗീകരിച്ചുകൊണ്ട് അവൾ പറയുകയാണ്, ദൈവത്തിന്റെ കൃപ എൻ്റെ മേലുണ്ടാകട്ടെ. പിന്നെ അവളുടെ മനസ്സ്, അവളുടെ മുഖം വാടിയില്ല എന്നാണ്. വളരെയേറെ ചിന്തിക്കേണ്ട ഒരു ചിന്തയാണ്. അവളുടെ മുഖം വാടി പോയതുമില്ല. അവൾ വിശ്വാസത്തോടുകൂടെ വീട്ടിൽ പോയി സ്വസ്ഥമായി ഇരുന്നു എന്ന കാരണം ദൈവം പ്രാർത്ഥന കേട്ടു, പുരോഹിതൻ എന്നെ അനുഗ്രഹിച്ചു, അത് ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിവ് ഹന്നയ്ക്കുണ്ടായിരുന്നു എന്നതാണ്. തുടർന്ന് 8-ാമത്തെ ഭാഗത്തിലേക്ക്, 8-ാമത്തെ ഹന്നയുടെ സ്വഭാവം എന്ന് പറയുന്ന 20-ാമത്തെ വാക്യം, അനുഗ്രഹം കിട്ടിയപ്പോൾ അനുഗ്രഹം നൽകിയ ദൈവത്തെ അവൾ മറന്നില്ല എന്നാണ്. അനുഗ്രഹം ലഭിച്ചപ്പോൾ അനുഗ്രഹം കിട്ടിയ ദൈവത്തെ മറന്നില്ല. അവിടെ 20-ൽ ഇങ്ങനെ പറയുന്നുണ്ട്, 1 ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവനെ ശമൂവേൽ എന്ന് പേരിട്ടു. അപ്പോൾ ദൈവം ഒരു അനുഗ്രഹം അവൾക്ക് കൊടുത്തു, കുഞ്ഞ് എന്നൊരു അനുഗ്രഹം കൊടുത്തു. ഈ അനുഗ്രഹം കൊടുത്തപ്പോൾ അനുഗ്രഹിച്ചവനെ ഹന്ന മറന്നില്ല. ദൈവം അനുഗ്രഹിച്ചപ്പോൾ ചോദിച്ചു വാങ്ങി എന്ന അർത്ഥത്താൽ ആ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദിയുള്ളവളായിട്ട് ദൈവത്തെ മറക്കാതെ അവളുടെ പ്രവൃത്തികൾ ചെയ്തു വന്നു എന്നാണ്. ഇവിടെ വരെ അനുഗ്രഹിച്ചവനെ, അനുഗ്രഹിക്കുന്നവനെ
നോക്കിക്കാണുവാനായിട്ട്, അനുഗ്രഹിക്കുന്നവൻ്റെ തലങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുവാനായിട്ട് നമുക്കൊന്ന് കഴിയണം. അനുഗ്രഹിച്ചവൻ്റെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുകയും അതിനെ മറക്കാതെ വണ്ണം മുന്നോട്ട്, ദൈവിക അനുഗ്രഹങ്ങളെ മറക്കാതെ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം. 9ാമത്തെ ചിന്ത എന്നത് 24ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും. അവനെ മുലകൂടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറമാവും ഒരു തുരുത്തി വീഞ്ഞുമായി അവൻ ശീലോകമിൽ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. ബാലനോ ചെറുപ്പം ആയിരുന്നു. 9ാമത്തെ പറയുന്നുണ്ട് ഇങ്ങനെയാണ്: കുഞ്ഞിനെ ചെറുപ്പകാലത്ത് തന്നെ കർത്താവിന് സമർപ്പിച്ചു. തനിക്ക് ലഭിച്ച കുഞ്ഞിന്, വാർദ്ധക്യത്തിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വാർദ്ധക്യത്തിൽ ലഭിച്ച കുഞ്ഞാണ് അല്ലേ. അപ്പോൾ ഈ വാർദ്ധക്യത്തിൽ ലഭിച്ച കുഞ്ഞിനെ ചേർത്ത് പിടിക്കാതെ ആ വാർദ്ധക്യത്തിൽ ലഭിച്ച കുഞ്ഞിനെ നൽകിയവന് തന്നെ സമർപ്പിക്കപ്പെടുന്ന ഹന്നയുടെ വാക്ക് മാറുന്നില്ല, ഹന്നയുടെ ചിന്ത മാറുന്നില്ല. അനുഗ്രഹം കിട്ടിയപ്പോൾ മാറി ചിന്തിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്, ഒത്തിരി വലിയ അനുഗ്രഹങ്ങൾ കിട്ടും, ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നേർച്ചകളും തീരുമാനങ്ങളൊക്കെ പറയും. പക്ഷേ ഈ അനുഗ്രഹം കിട്ടുമ്പോൾ പറഞ്ഞതൊക്കെ മറന്നു പോകാറുണ്ട്, നേർച്ചകളൊക്കെ മറന്നു പോകാറുണ്ട്, തീരുമാനങ്ങളൊക്കെ മറന്നു പോകാറുണ്ട്. ഇവിടെ ഹന്ന മറന്നില്ല. ആ കുഞ്ഞിനെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കുമെന്ന് പറഞ്ഞ ഹന്ന ആ കുഞ്ഞിന്റെ പ്രായം തികഞ്ഞപ്പോൾ, മുലകൂടി മാറിയപ്പോൾ ആ കുഞ്ഞിനെ ദൈവാലയത്തിൽ കൊണ്ടുപോയി ദൈവത്തിന്റെ സന്നിധിയിൽ അതിനെ സമർപ്പിച്ചു. അതിനെ വാക്ക് ഇങ്ങനെയാണ് പറയുന്നത്, നിവേദിച്ചു എന്ന് പറയുന്നത്. നിവേദിച്ചു എന്ന് പറയുന്ന വാക്ക് ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ളൊരു വാക്കാണ്. ഹൈന്ദവ ആരാധനകൾ നാം ഒന്ന് പരിശോധിക്കുകയാണ്. നിവേദിക്കുക, ദേവന് നിവേദിക്കുക, ദൈവിക നിവേദിക്കുക എന്നൊക്കെയുള്ളൊരു വാക്കുണ്ട്. എന്ന് പറയുമ്പോൾ പൂർണ്ണമായി കൊടുക്കുക എന്നാണ് അതിനർത്ഥമാകുന്നത്. പൂർണ്ണമായി യാഗം സമർപ്പിക്കുക. ഇവിടെ ദൈവസന്നിധിയിൽ തൻ്റെ കുഞ്ഞിനെ പൂർണ്ണമായി യാഗം സമർപ്പിച്ച, പൂർണ്ണമായി നൽകിയ ഒരു ഹന്നയുടെ മറ്റൊരു ചിന്ത. അവസാനത്തെയും 10ാമത്തെയുമായ ചിന്ത 26 മുതൽ 28 വരെയുള്ള വാക്യം കാണുവാൻ കഴിയുന്നു. ഇന്നലകളിൽ നിന്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നത് ഇന്ന് നിനക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിയും. അതാണ് അവസാനം. ഇന്നലകളിൽ നിന്റെ പ്രാർത്ഥന എന്താണോ ഉണ്ടാകുന്നത്, ഇന്ന് അത് നിനക്ക് സ്വന്തമാക്കുവാൻ കഴിയും. ഇന്ന് നിന്റെ പ്രാർത്ഥന എന്താണോ ഉണ്ടായിരിക്കുന്നത്, നാളെ അത് നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരും. ഇവിടെ ഹന്ന ഇന്നലെ പ്രാർത്ഥിച്ചു. ഇവിടെ ഏലി പുരോഹിതനോട് കൂടെ വന്ന് പറയുകയാണ്, പുരോഹിത, ഞാൻ ഇവിടെ ചോദിച്ചു വാങ്ങിയത് ഇപ്പോഴും ആ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ ഇന്നലകളിൽ ചോദിച്ചു വാങ്ങിയ അനുഗ്രഹത്തിൻ്റെ ആ ഒരു സന്തോഷത്തോടുകൂടെ കുഞ്ഞുമായി കടന്നു വന്ന ഹന്ന പറയുകയാണ്, എൻ്റെ മകനെ ആലയത്തിലേക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഇന്നലകളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇന്ന് എൻ്റെ ജീവിതത്തെ സ്വന്തമാക്കുവാനായിട്ട് എനിക്ക് കഴിയും. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് നാളെ എൻ്റെ ജീവിതത്തെ യാഥാർത്ഥ്യമാക്കി എടുക്കുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ കരയുമ്പോഴും ചേർത്ത് പിടിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നന്മകളും നേട്ടങ്ങളും ഒക്കെ സ്വന്തമാക്കി നൽകി എന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ്. ദൈവത്തിന് കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. നമ്മളെ മക്കളെ നമ്മുടെ ദൈവാലയത്തിലേക്ക് കൊടുക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? ദൈവവചന പഠനത്തിന് പോലും, സൺഡേ സ്കൂളിന് പോലും മക്കളെ നമുക്ക് വളരെ താല്പര്യപ്പെടുത്തുവാനായിട്ട് കഴിയുന്നില്ല എന്നാണ്. അത്രയേറെ പിന്നിലേക്കുള്ളൊരു യാത്രയിലാണ് നമ്മുടെ ക്രൈസ്തവ സമൂഹം മുന്നോട്ട് കടന്നു പോകുന്നത്. ഇവിടെ ഹന്ന ചെയ്ത പ്രവൃത്തി, മകനെ 2 വയസ്സായപ്പോൾ തന്നെ ദൈവാലയത്തിലേക്ക് സമർപ്പിച്ചു. മറിയ ചെയ്ത പ്രവൃത്തി, തൻ്റെ കുഞ്ഞിനെ ദൈവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവാലയത്തിന് കൊടുക്കുവാനായിട്ട്, ദൈവിക ശുശ്രൂഷയ്ക്ക് കൊടുക്കുവാനായിട്ട് ഒക്കെ കഴിയണം. അത് നമ്മുടെ കടമയാണ്. ഒരു മാതാപിതാക്കളുടെ കടമയാണ് നല്ല മനസ്സോടുകൂടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് കൊടുക്കുക എന്നതാണ്. ഓരോ മാതാപിതാക്കളുടെ കടമ എന്നതും അത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ദൈവത്തോടു കൂടെ അടുപ്പിക്കുകയാണ്. അത് അപ്പൻ്റെ ഉത്തരവാദിത്വം അല്ല എന്നല്ല. അപ്പനൊക്കെ അതൊരു ഭാഗം മാത്രമേ ഉള്ളൂ. കാരണം അപ്പൻ രാവിലെ മുതൽ അധ്വാനിക്കുന്നുണ്ട്, അമ്മ എപ്പോഴും കുഞ്ഞുങ്ങളോടൊപ്പമാണ്. അപ്പോൾ ദൈവത്തോടു കൂടെ കുഞ്ഞുങ്ങളെ അടുപ്പിക്കുന്നതും ദൈവത്തിൽ നിന്ന് അകറ്റുന്നതൊക്കെ ഒരു സ്ത്രീയുടെ കയ്യിലുള്ള സ്വഭാവമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരമ്മ എന്ന നിലയിൽ, ഒരപ്പൻ എന്ന നിലയിൽ ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഹന്നയെ പോലെ നാം ചോദിച്ചു വാങ്ങിയത്, നമുക്ക് കിട്ടിയത്, അത് നല്ല മനസ്സോടുകൂടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ദൈവിക ആശീർവാദം ഉണ്ടാകുവാനായിട്ട് നല്ല മനസ്സോടുകൂടെ കൊടുക്കാം. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. സകലബുദ്ധിയും കവിയും സമാധാനം ഹൃദയങ്ങൾ നിലകൊള്ളാൻ ക്രിസ്തേശങ്ങൾ കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം. ധർമ്മശരവാക്യങ്ങൾ പാടി പ്രാർത്ഥിക്കാം.